ഇപ്പോൾ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മിശ്ര വിവാഹിതർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികളുണ്ട്. മിശ്ര വിവാഹിതരായ ധാരാളം സെലിബ്രിറ്റികളോ പൊതുസമ്മതരായ പൊതുസമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരോ ആയ ധാരാളം ആളുകളുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ മിശ്ര വിവാഹം കൂടുതൽ പ്രോബ്ലമാറ്റിക് ആവുകയല്ലേ? എല്ലാ മതത്തിലെയും പല ഇലമെന്റ്സ് ഇപ്പോൾ ഹിന്ദു വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര സംഘടനകൾ കുറെ കാലമായി ലവ് ജിഹാദ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കാസ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ സമസ്തയിലെ ഒരു ഫാക്ഷൻ അല്ലെങ്കിൽ സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം അവരുടെ സമൂഹത്തിലും ആ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് പുറത്തേക്ക് വരികയാണ്. അത് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ബഹുസ്വര സാമൂഹ്യ അന്തരീക്ഷത്തെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വരും കാലത്ത് മിശ്ര വിവാഹം നടത്തുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴത്തെയും യുവജന നേതാക്കൾ മിക്കവാറും പേരൊക്കെ മിശ്ര വിവാഹിതരാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മിശ്ര വിവാഹം കഴിച്ചാൽ പോലും പ്രശ്നമാവും എന്ന അവസ്ഥയിലേക്കാണോ പോകുന്നത്? അവിടെയാണ് നമ്മൾ ഈ പോസിറ്റീവ് പറയുന്നവരെ എന്നും ഹൈലൈറ്റ് ചെയ്യണം. NSSന്റെയും സുകുമാരൻ നായർ സാറിന്റെയും നിലപാട് നോക്കൂ. ഒരുപക്ഷെ ലവ് ജിഹാദ് ക്യാമ്പയിൻ നമ്മളുടെ പല ആൾക്കാരും വളരെ കൊണ്ടുപിടിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ശ്രീ സുകുമാരൻ നായർക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ലവ് ജിഹാദ് ഇല്ല എന്നും അത് വെറും ക്യാമ്പയിൻ ആണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ടെന്നും ഒരു സമുദായ നേതാവിന് പറയാൻ കഴിയുന്നതിന്റെ നന്മ, പോസിറ്റിവിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. അത് അദ്ദേഹത്തെ പോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യുന്നത്. ഞാനൊക്കെ എന്നും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അദ്ദേഹത്തെ പോലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് നന്മ തന്നെയാണ്. രണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇന്നും ബഹുഭൂരിപക്ഷവും ഈ എൻഡോഗാമി എന്നൊക്കെ വിളിക്കുന്നത് പോലെ സ്വന്തം സമുദായത്തിലുള്ള കല്യാണമാണ്. പക്ഷേ കൂടുതൽ ഇന്റർ കാസ്റ്റും ഇന്റർ റിലീജിയസ് മാരേജും വരുന്നുണ്ട്. അവരെ വിക്ടിമൈസ് ചെയ്യരുത്, അവരെ ഒരു കാരണവശാലും പ്രശ്നവൽക്കരിക്കരുത്. ഇപ്പോൾ സഞ്ജയ് ദത്തൊക്കെ അങ്ങനെ ഇന്റർ റിലീജിയസ് മാരേജിന്റെ ഭാഗമാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് അങ്ങനെ ഇന്റർ റിലീജിയസ് മാരേജിന്റെ ഭാഗമാണ്. അപ്പം അത്തരക്കാരെ നെഗറ്റീവിലേക്കോ സ്റ്റീരിയോ ടൈപ്പോ ചെയ്യാതിരിക്കാനുള്ള ഒരു സംരക്ഷണം നമ്മുടെ സമൂഹം കൊടുക്കണം. രണ്ട്, പിന്നെ CPM-നോടുള്ളൊരു ആശയപരമായ എതിർപ്പ്. എനിക്ക് അവിടെയാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായും MSF ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ ജെൻഡർ ജസ്റ്റിസ് പോലുള്ള കാര്യങ്ങളിൽ ഇവരുടെ ജെൻഡർ നോക്കണ്ട, ജെൻഡർ ബ്ലൈൻഡ്നെസ്സിനെ ഇല്ലാതെ ഉള്ള താത്വികമായ എതിർപ്പുകൾ മുസ്ലിം സമൂഹം തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. അത്തരം കാര്യം ഇപ്പം ജെൻഡർ യൂണിഫോമിറ്റി എന്ന് പറയുന്ന തെറ്റായ ആശയം കൊണ്ടുവരുമ്പോൾ അങ്ങനെയല്ല, ജെൻഡർ സെൻസിറ്റിവിറ്റി വേണം എന്ന നല്ല നിലപാടെടുക്കുകയും കേരളത്തിൽ വിജയിപ്പിക്കുകയും ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പോസിറ്റീവ്ലി മുമ്പോട്ട് നയിക്കേണ്ടത്. ലെഫ്റ്റിന് പ്രത്യയശാസ്ത്ര മടങ്ങിയെത്താണ്.